നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവിക നന്മകളെ, ദൈവിക അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും കർത്താവ് നൽകി തന്ന വിലപ്പെട്ട സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സംസാരിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് ജീവിതത്തിൽ, അത് പ്രായോഗികത്തിൽ ദൈവം കൊണ്ടുവരുന്ന അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവനായ ദൈവമാണ്. ഇന്ന് വരെ പ്രൈസ് ഗോഡ് അവൻ പറഞ്ഞത് നിവർത്തിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും അവൻ പറഞ്ഞത് നിവർത്തിക്കുന്ന ദൈവമാണ്. നമ്മെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലവും സന്തോഷിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സമയം കടന്നു പോകുന്നല്ലോ, വേഗത്തിൽ ദൈവവചനത്തിലേക്ക് കടന്നു വരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 22 മുതൽ. ഈ വചനഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഇതിനു മുൻപ് ഇതിൽ നിന്നും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴമായി ഈ ഭാഗത്തിലൂടെ എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവം ഇന്ന് പകൽക്കാലം ഈ വചനം എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നു. ഇന്ന് കേട്ട ഓരോ സാക്ഷ്യങ്ങളും നോക്കിയാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ദൂതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രൈസ് ഗോഡ്, ആ ദൈവ നിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തിങ്കൽ അവന്റെ അമ്മയപ്പന്മാർ അവനുമായി ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. എന്നാൽ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് യേശുവിനേക്കാൾ ഉപരിയായി യേശുവിനെ കാണും എന്ന് വാഗ്ദത്തം പ്രാപിച്ച ഒരുവനെ കുറിച്ചാണ്. വളരെ പ്രായം ചെന്ന ഒരു വ്യക്തി ശിമിയോൻ. അവനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. യെരുശലേമിൽ 25-ാം വാക്യം, ശിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. പഴയ നിയമ കാലയളവിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ലഭിച്ച ഒരു വ്യക്തിയാണ് ഈ ശിമിയോൻ. കാരണം പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി മാത്രമായിരുന്നു പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ വന്നത്. വേദപുസ്തകത്തിൽ നാം പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരുടെ മേൽ വന്നു അവരെ കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി. ഒരു കണ്ടിന്യൂവൽ ഇൻഫില്ലിംഗ് ആയിരുന്നില്ല ഇന്ന് ഉണ്ടായിരുന്നത് പോലെ. എന്നാൽ അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമത്തിൽ ഒരു വ്യക്തിയാണ് ശിമിയോൻ. ഇപ്പോഴും പഴയ നിയമ കാലയളവാണ്. ക്രിസ്തു ജനിച്ചു കാൽവറിയിൽ കടന്നു പോയിട്ടില്ല. പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾ ഇപ്പോഴും നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ അവനെ കുറിച്ച് പറയുന്നവൻ നീതിമാനും, അതൊക്കെ പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഒരു യുണീക്ക് എക്സ്പീരിയൻസ് അവന്, മറ്റാർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. The spirit that dwells in him, അവനിൽ വസിച്ച ഒരാത്മവ്യാപാരത്തിന്റെ അനുഭവം. പ്രൈസ് ഗോഡ്. അപ്പൊ പുതിയ നിയമത്തിന്റെ തുടക്കം വരുന്നതിന് മുൻപേ ആത്മവ്യാപാരത്തിനകത്തായി തീരുന്നവന്റെ ഒരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമത്തിന്റെ പ്രവേശനത്തിലേക്ക് വരുന്നത്. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. അഭിഷേകത്തിന്റെ ശക്തിയിൽ ഇന്ന് ഇവിടെ സാക്ഷി പറഞ്ഞപ്പോൾ നാം കേട്ടല്ലോ. പ്രൈസ് ഗോഡ്. ആത്മാവിന്റെ ആരാധനയിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർത്ത് ആരാധിച്ചു കൊണ്ടിരുന്നാൽ, ആത്മനിയോഗത്തിൽ ഇരുന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെ ദൈവം ചെയ്യും.
പ്രൈസ് ഗോഡ്. അത് അവൻ ചെയ്യുമ്പോൾ ശീഘ്രത്തിൽ പ്രവർത്തിക്കും. അതാര് കണക്ക് കൂട്ടി അതിനെതിരായിട്ട് പറഞ്ഞാലും അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് നിന്റെ മേൽ ആവഹിച്ചിരിക്കുന്ന ആത്മാവിൽ ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളും ദൂതുകളും ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധനയിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു പ്രത്യക്ഷത ഉണ്ടാകും. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് പോലെ ഒരു വാഗ്ദത്തം അവൻ ആത്മാവ് ലഭിച്ചു. പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ ഗുണമതാണ്. എന്താണ് അവന് ലഭിച്ച വാഗ്ദത്തം? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ആരെങ്കിലും വന്ന് പറഞ്ഞതല്ല, അവന്റെ മേൽ ആവഹിക്കപ്പെട്ടിരുന്ന ആത്മനിയോഗത്താൽ അവന് ദൈവികമായ ഒരു വെളിപ്പാടുണ്ടായി. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് പ്രൈസ് ഗോഡ് രക്ഷകനെ എന്റെ കണ്ണുകൊണ്ട് കാണും. ഗ്ലോറി ജീസസ്. വളരെ ശ്രദ്ധിച്ച ദൈവസന്നിധിയിലായിരിക്കണം. ഇന്ന് പകൽക്കാലം പുതിയ നിയമ വിശ്വാസികളായ ഞാനും നിങ്ങളും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി ക്രിസ്തുവിനോട് ചേർന്ന് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു ആത്മനിയോഗത്താൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് സ്വർഗീയമായിരിക്കുന്ന പദ്ധതികളെ നേരിട്ട് നമ്മോട് അറിയിക്കുവാൻ വേണ്ടിയാണ്. അതാരും പറയാതെ തന്നെ നിന്നോട് നേരിട്ട് സംസാരിക്കുവാൻ കഴിവുള്ളവരാണ് ആത്മാവ് എന്ന വ്യക്തിത്വം. ആ ലഭിക്കുന്ന ആലോചന നീ ഏറ്റെടുത്താൽ, ഇന്നിവിടെ സാക്ഷ്യം കേട്ടതുപോലെ അതിന്മേൽ നീ പ്രവർത്തിച്ചാൽ പറഞ്ഞതിന്മേൽ പ്രവർത്തിക്കുന്നവരാണ് ദൈവം. നിന്നോട് അരുളി ചെയ്തതിന്റെ മേൽ നീ പ്രവർത്തിച്ചാൽ നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരുളി ചെയ്തത് പ്രവർത്തിക്കുന്നവരാണ് എന്റെ ദൈവം. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന ദിവസങ്ങൾ എന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി അവൻ തികച്ചെടുക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത് ഈ ഉറപ്പുകൾ തരാൻ വേണ്ടി കൂടെ. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് അനുഭവമുണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ? പ്രൈസ് ഗോഡ്. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അകത്ത് ആത്മാവ് ഒരു വെളിപ്പാട് തന്നു. ആരും പറഞ്ഞിട്ടല്ല, ദൂത് പറഞ്ഞിട്ടല്ല, അതിലൂടെ ദൈവം അറിയിക്കും. അതിലൂടെ ദൈവം നമ്മെ ബലപ്പെടുത്തിയതൊക്കെ ശരിയാണ്. എന്നാൽ അതിലുപരിയായി എന്റെ മേലും നിന്റെ മേലും ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ദൈവ പദ്ധതികളെ നിന്റെ അന്തരാത്മാവിൽ നിനക്ക് ദർശനത്തിൽ വെളിപ്പെടുത്തിയിട്ട് അതിന്റെ മേൽ നീ ഒരു തീരുമാനമെടുത്തിട്ട് അതിന്റെ മേൽ ജീവിക്കുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുവാൻ അതിനത്ര ആത്മാവിനെ പകർന്നിരിക്കുന്നത്. അങ്ങനെ അതകത്ത് വിശ്വസിച്ച് കാത്തിരിക്കുമ്പോൾ ഈ ആത്മാവിനാൽ ഒരു നിയോഗം ഒരു ദിവസം ഉണ്ടായി. എന്നും ആലയത്തിൽ പോകുന്നവനെ അവൻ നിയോഗം പ്രാപിച്ചവൻ മാത്രമല്ല ആലയത്തിൽ പോയത്. പ്രൈസ് ഗോഡ്. ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്ന നീതിമാനും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ രക്ഷയ്ക്കായി കാത്തിരുന്ന് ദൈവകൃപയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവനുമാണ്. എന്നാൽ അവന്റെ മേൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. അതിന്റെ ഗുണം പരിശുദ്ധാത്മാവിൽ അവന്റെ അകത്തൊരു വെളിപ്പാട് കിട്ടി. ആ കിട്ടിയ വെളിപ്പാടിൽ അവൻ കാത്ത് പ്രതീക്ഷയോടുകൂടെ ഇരുന്നപ്പോൾ അവനിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് ഒരു ദിവസം അവന്റെ അന്തരാത്മാവിൽ ഒരു നിയോഗം കൊടുത്തു. This is your day.
ഇത് നിന്റെ ദിവസമെന്ന് ആത്മാവിൽ അവന്റെ അകത്തൊരു നിയോഗം കൊടുത്തു. ആ നിയോഗത്താൽ അവൻ ആലയത്തിലേക്ക് കടന്നു ചെന്നു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ആത്മാവിനെ നിന്നിൽ പകർന്നിരിക്കുന്നത് വല്ലപ്പോഴും അന്യഭാഷ പറയാനല്ല, നിന്റെ അകത്ത് വെളിപ്പാട് പ്രാപിച്ചിട്ട് ആ വെളിപ്പാട് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് മുന്നേറുന്നു. ഒരു ദിവസം ഈ ആത്മാവ് നിനക്കൊരു നിയോഗം തരും. ഇത് നിന്റെ ദിവസം. അതാണ് അവന് കിട്ടിയ നിയോഗം. പ്രൈസ് ഗോഡ്. ആലയത്തിൽ പോകാനുള്ള പ്രേരണയല്ല. പ്രൈസ് ഗോഡ്. അവന് കിട്ടിയ നിയോഗം എന്താണ്? എനിക്ക് കിട്ടിയ വെളിപ്പാട് നിവർത്തിക്കപ്പെടുന്ന ദിവസം. എത്ര പേര് വിശ്വസിക്കുന്നില്ല? പ്രൈസ് ഗോഡ്. ആലയത്തിൽ പോകാത്തവനല്ലവൻ, അവൻ നീതിമാനും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നവരും പ്രൈസ് ഗോഡ് ദൈവികമായിരിക്കുന്ന അനുഭവത്തിൽ മുന്നേറുന്ന ഭക്തനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. നിയോഗം കിട്ടിയപ്പോൾ മാത്രം ആലയത്തിൽ പോയവനല്ല, എന്നാൽ എന്നും ആലയത്തിൽ പോകുന്ന ഇവന്റെ മേൽ ആത്മാവുണ്ടായിരുന്നു. ആത്മാവിനാൽ അവൻ വെളിപ്പാട് പ്രാപിച്ചിരുന്നു. വെളിപ്പാടിനാൽ അവൻ വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരുന്നപ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് വേറാരുമല്ല, ആത്മാവ് അങ്ങനെ പ്രവർത്തിക്കാത്തൊരു കാലത്ത് അവനോട് ആത്മാവ് പറഞ്ഞു, ഇന്ന് ഇത് നിന്റെ ദിവസം. പ്രൈസ് ഗോഡ്. ആത്മാവ് അങ്ങനെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വ്യക്തികളുടെ മേൽ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി മാത്രം ആത്മാവ് വന്ന കാലയളവിൽ ആത്മാവിനെ പ്രാപിച്ച ഒരുവൻ ആത്മാവിന് നിയോഗം കൊടുത്തു, ഇന്ന് നിന്റെ ദിവസം. ആ നിയോഗം അവന് കിട്ടിയപ്പോ ആ നിയോഗത്തിൽ ഇതെന്റെ ദിവസം എന്ന് പറഞ്ഞ് അവൻ ആലയത്തിലേക്ക് പോയി. ഇന്ന് പകൽക്കാലം അതിനാണ് ദൈവം നമ്മുടെ മേൽ ആത്മാവിനെ പകർന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞായറാഴ്ച രാവിലെ ഹല്ലേലൂയ എങ്ങനെങ്കിലും തട്ടിക്കൂട്ടി ആരാധനയ്ക്കുന്നു വരുമ്പോൾ ഇടപാട് നിർത്തിയിട്ട് പ്രൈസ് ഗോഡ് നിന്റെ മേൽ ആത്മാവിനെ പകർന്നിരിക്കുന്നത് നീ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹൃദയാംഗമായി ദൈവം നിന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ സംസാരിച്ച വചനങ്ങളെ നീ വിശ്വസിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിന്റെ അകത്തൊരു നിയോഗമുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ദിവസം, എന്നോട് സംസാരിച്ചത് നിവർത്തിക്കുന്ന ദിവസം, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദിവസം, എനിക്ക് വേണ്ടി കറഞ്ഞിട്ടുന്ന ദിവസം, എനിക്ക് വേണ്ടി ഹല്ലേലൂയ വാതിൽ തുറക്കുന്ന ദിവസം, എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ദിവസം, ഒരു ദിവസം നിന്റെ അകത്ത് ആത്മാവിനാൽ ഒരു നിയോഗം. അവൻ ആലയത്തിൽ ചെന്നു. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം. അങ്ങനെ അവൻ ആലയത്തിൽ ചെന്നപ്പോൾ യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ട് ചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. പ്രൈസ് ഗോഡ്. വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ അവൻ നടത്തപ്പെട്ടു. അവൻ ആലയത്തിൽ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവവചനം വിശ്വസിക്കുകയും വൃദ്ധനായിട്ടും എത്ര കാലമായി എന്ന് നമ്മുടെ അവിടെ വായിക്കുന്നില്ല, വളരെ കാലമായി വിട്ടുകൊടുക്കാതെ ക്ഷീണിച്ചു പോകാതെ പ്രൈസ് ഗോഡ് അകത്ത് ദൈവാത്മാവ് സംസാരിച്ചതിൽ വിശ്വസിച്ച് അവൻ കാത്തിരുന്നപ്പോൾ പ്രൈസ് ഗോഡ് ഇന്ന് രാവിലെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വെളിപ്പാട് തന്നെങ്കിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. ഒരൊറ്റ ദിവസം പോലും നീ ക്ഷീണിച്ചു പോകരുത്. എത്ര കാലം താമസിച്ചാലും നിന്റെ അകത്ത് സംസാരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതിനെ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പലരോടും ദൈവത്തിന്റെ ആത്മാവ് ദൂതുകളാണ് പ്രസ്താവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനിടയിൽ ആരെല്ലാം കണക്ക് കൂട്ടി പ്രൈസ് ഗോഡ് ശമ്പളത്തിന്റെ നമ്പർ വരെ നിന്നോട് പറഞ്ഞാലും ഇന്ന് രാവിലെ നീ ഓർക്കണം, നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ അകത്ത് എനിക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, ഇത് ലോകത്തിലെ ആരും തന്ന വെളിപ്പാടല്ല,
മറുപടി അവിടെ ഉണ്ടാകും. Praise God. ഇന്ന് എന്റെ ദിവസമെന്ന് നിയോഗം പ്രാപിച്ചവൻ വന്നപ്പോൾ അവന്റെ മറുപടി അവിടെ ഉണ്ടായിരുന്നു. Praise God. ആ മറുപടി അവിടെ ആ വാക്യം ഒന്ന് വായിക്കണേ. അവൻ എന്ത് ചെയ്തു? അവനെ കയ്യിൽ ഏന്തി. Praise God. ഓരോ വാക്കുകളായിട്ട് പോകാം. അവനെ, ആരാണിവൻ? യേശു ക്രിസ്തു. ശിമയോനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? അകത്ത് പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപ്പാട്. എന്താ പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപ്പാട്? കർത്താവിന്റെ ക്രിസ്തു. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാതെ നീ ഇവിടെ നിന്ന് പോകയില്ല എന്നുള്ള വെളിപ്പാടാണ് ആത്മാവ് അകത്ത് കൊടുത്തത്. യേശുവിനെ കണ്ടപ്പോൾ അവന് ദൂത് കൊടുത്ത് ആത്മാവ് അവനോട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ക്രിസ്തു. അവന്റെ വളർച്ച കണ്ടിട്ടല്ല, അവന്റെ അത്ഭുതം കണ്ടിട്ടല്ല, അവന്റെ അടയാളം കണ്ടിട്ടല്ല, അവനെ കുറിച്ച് അമ്മയപ്പന്മാർ പറഞ്ഞത് കേട്ടിട്ടല്ല, അകത്ത് വ്യാപരിച്ച വെളിപ്പാട് കൊടുത്ത് ആത്മാവ് ഉറപ്പ് കൊടുത്തു. ഇതാ നിന്നോട് വാഗ്ദത്തം ചെയ്ത മറുപടി ആലയത്തിൽ വന്നിരിക്കുന്നു. നിമിഷത്തിൽ ആരോടും ചോദിക്കാതെ അവൻ അതിനെ കൈകളിലേറി. രാവിലെ അതാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ആത്മാവ് നിന്നോട് സംസാരിച്ചാൽ നീ ചാടി വീണ് കൈകളിലല്ല. Praise God. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുന്ന വെളിപ്പാടിന്മേൽ ഒരു ദിവസം പ്രവർത്തിച്ചാൽ, Praise God, അതിന്റെ വരും വരാഴികളൊന്നും നോക്കാതെ, അതിന്റെ സാഹചര്യങ്ങൾ നോക്കാതെ, അതിന്റെ ചുറ്റുപാടുകൾ നോക്കാതെ, ഇന്ന് രാവിലെ കാലം വാരി കയ്യിലെടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അതാണ് വെളിപ്പാടിന്റെ പൂർണ്ണത. നീ വരുമ്പോ, നീ പ്രാർത്ഥിച്ചു വരുമ്പോ, നീ ആരാധിച്ചു വരുമ്പോ, നിന്നോട് സംസാരിക്കുന്ന ദൈവം നിന്റെ അകത്ത് വെളിപ്പാട് തന്നിട്ട് അത് നിന്റെ അന്തരാത്മാവിൽ കാണിക്കുമ്പോ നീ വാരി കയ്യിലെടുക്കണം. Praise God. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. Praise God. യോസഫും മറിയം പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ യേശുവാണെന്ന്. കാരണം വാരി കയ്യിലെടുത്തിട്ട് എന്നെ സമാധാനത്തോടെ അയക്കാന്ന് പറഞ്ഞപ്പോ യോസഫും മേരിയും ആശ്ചര്യപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. ഹലോ. അപ്പൊ ഇവനോട് ആരും പറഞ്ഞിട്ടല്ല, പക്ഷെ ഇവനോട് പറഞ്ഞ ഒരുവനുണ്ട്. ആരാണെന്നറിയാമോ? നിനക്ക് വെളിപ്പാട് തന്നവൻ, നിന്നോട് സംസാരിച്ചത്. Praise God. നീ അത് വാരി കയ്യിലെടുത്താൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. Praise God. ഒരു കുഞ്ഞിനെ നീ വാരി കയ്യിലെടുത്താൽ നീ എന്ത് ചെയ്യും? Praise God. ഒരു കുഞ്ഞിനെ വാരി കയ്യിലെടുത്താൽ, Praise God, വാരി കയ്യിലെടുത്തേച്ച് എവിടെങ്കിലും ഇങ്ങനെ കുത്തിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണേ. ജീവനുള്ള ഒന്നിനെ കയ്യിലെടുത്താൽ നിനക്ക് പ്രതികരിക്കാൻ ചിലതുണ്ടാകും. നിന്നിൽ നിന്നും ചില പ്രതികരണങ്ങൾ പുറത്തു വരും. ഇവനിപ്പോ കയ്യിലെടുത്ത് എന്തിനെയാ? ജീവനുള്ള ക്രിസ്തുവിനെയാണ്. വെളിപ്പാടിനാൽ നിനക്ക് തരുന്ന വാഗ്ദത്തമേ ചത്തതല്ല, ജീവനുള്ളത്. Praise God. ജീവനുള്ളതിനെ, Praise God, ജീവനുള്ളതിനെ കയ്യിലെടുത്താലേ എടുത്ത് വെച്ചേച്ചേ, എടുത്ത് വെച്ചേച്ചേ.
എന്റെ പൊന്നാണ്, എന്റെ ചക്കരയാണ്, എന്റെ മോളൂട്ടിയാണ്, എന്റെ കുഞ്ഞുകുട്ടിയാണ്, വിളിക്കാത്ത പേരുകളൊന്നുമില്ല. ദൈവം തന്ന വാഗ്ദത്തത്തെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവം നിനക്ക് വെളിപ്പെടുത്തുന്ന വാഗ്ദത്തങ്ങളുണ്ടല്ലോ. ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നീ വാരി കയ്യിലെടുത്തിട്ട് പിന്നെ തുടങ്ങണം മോളെ. ഓ നീ എന്നെ പൊന്നാ കേട്ടോ. ഓ ഹല്ലേലൂയ. നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. ഇതാർക്കും ഞാൻ കൊടുക്കത്തില്ല. ഇതെന്റെ പൊന്നു മോളുകുട്ടിയാ, ഇതെന്റെ ചക്കരക്കുട്ടിയാ, ഇത് എനിക്ക് വേണ്ടി ഉള്ളതാ. ഹല്ലേലൂയ. അതിനുമ്മ കൊടുത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിനെ താലോലിച്ച് നിന്റെ കയ്യിൽ വെക്കുമെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ദൈവം നിനക്ക് തരുന്ന വെളിപ്പാടുകളെ, ആത്മാവിൽ ദൈവം നിനക്ക് തരുന്ന ദൂതങ്ങളെ, ഹല്ലേലൂയ, ആത്മനിയോഗത്താൽ നീ ആലയത്തിൽ വരുമ്പോ നീ അതിന്റെ നന്മ കാണുന്നുവെങ്കിൽ അതിനെ വാരിയെടുത്തിട്ട് നിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് എനിക്ക് താലോലിക്കും. ഇന്നു മുതൽ ഈ വാഗ്ദത്തത്തെ താലോലിക്കും. ഇന്നു മുതൽ ഇതിന് ഞാൻ രൂപം കൊടുക്കും. ഇന്നു മുതൽ ഇതിന്റെ വ്യാപനം. വാഗ്ദത്തത്തെ താലോലിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കുറച്ചാളായാലോ തന്നിട്ട് എന്താ നടക്കാത്തെന്ന് പറയല്ല. വാഗ്ദത്തത്തെ താലോലിക്കുന്ന ഒരു കൂട്ടർ. എത്ര പേർക്ക് മനസ്സിലായി രാവിലെ? ഇത് ജീവനുള്ളതാ. 33.5 വർഷം കഴിയുമ്പോളായി അതിന്റെ പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ വരുവാൻ ഇസ്രായേലിന്റെ രക്ഷകൻ കാൽവറിയിലെ മരണശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ആ രക്ഷ ഓപ്പണാക്കി 33.5 വർഷം കഴിഞ്ഞു. പക്ഷേ ഒരുവൻ താലോലിക്കുകയാണ്, ഒരുവൻ താലോലിക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നോക്കിയിട്ട് ഹല്ലേലൂയ. ഓ നിന്റെ അകത്ത് പ്രയാസമല്ല ഉണ്ടാകേണ്ടത്. ഈ വാഗ്ദത്തം ജീവനുള്ളത് കൊണ്ട്, ഈ വാഗ്ദത്തം ചൈതന്യമുള്ളത് കൊണ്ട്, ഇത് അതിന്റെ നിവൃത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് മകൾക്ക് അതിനെ താലോലിക്കുന്ന ഒരു കൂട്ടം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം ചില പ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ്. നിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നൽകിയ ചില വാഗ്ദത്തങ്ങളുണ്ട്. നിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നൽകിയ ചില വെളിപ്പാടുകളുണ്ട്. അത് ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാൻ ഒരു ദിവസം അവൻ നിനക്കൊരു നിയോഗം തരുമ്പോ ആ നിയോഗത്തിൽ ഇതെന്റെ ദിവസം എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ നീ താലോലിക്ക്. Yes, 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 yes. നീ താലോലിക്കുന്നത് ആരാധനയിൽ താലോലിക്കണം, നീ പ്രാർത്ഥനയിൽ താലോലിക്കണം. ഇതിനെ അകത്ത് വച്ചിട്ട് ഇതിനെ താലോലിക്കാൻ മറുപടിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Praise God. നീ ഇതിനെ താലോലിക്കുന്നു, ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇതിനെ താലോലിക്കുന്നു. ഓ ശക്തമായി ദൈവത്തിന്റെ ആത്മാവിനെ വ്യാപരിക്കുകയാണ്. ശക്തമായി ദൈവശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മൗനതകൾ മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ. ഓ ഗ്ലോറി, 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 ഗ്ലോറി. ശിബിയോനെ വയസ്സെത്രയായില്ലേ? കുറച്ച് കാലമായില്ലേ പറഞ്ഞിട്ട്? ഓ വയസ്സ് മൂന്നില്ലേ? മരച്ചു മൂന്നില്ലേ? ഇതുവരെ കിട്ടിയില്ലല്ലോ. പക്ഷെ നിന്റെ അകത്തൊരു ആത്മാവുണ്ട്, നിന്റെ അകത്തൊരു വ്യാപാരമുണ്ട്, നിന്റെ അകത്ത് വെളിപ്പെടുത്തുന്നവനുണ്ട്, നിന്റെ അകത്ത് നിയോഗം തരുന്നവനുണ്ട്.
you, praise 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 you. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Praise you, Lord, praise you, Lord, praise you, Lord, praise you, Lord, praise you, Jesus, glory, Jesus, glory, Jesus, glory, Jesus. Blessed be the name, blessed be the name. ഇന്ന് പകൽക്കാലം വിടുതൽ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. നീ താലോലിച്ചു തുടങ്ങുക, നീ താലോലിച്ചു തുടങ്ങുക. നിന്റെ കരങ്ങളിലെത്തി നീ അതിനെ താലോലിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാടുകൾ പുറത്തു വരട്ടെ. Yes, 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 yes. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പോലെ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ എങ്കിലും സാരമില്ല. നിങ്ങൾക്ക് ആലോചിക്കാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. അവനവർക്കുള്ള വെളിപ്പാട് അത് വെളിപ്പാടായി മാറട്ടെ. Praise you, praise you, praise you, praise you, praise you. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. Praise God, praise God, praise God, praise God, praise God, praise God. ഇത് നിന്റെ ദിവസം എന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇത് നിന്റെ ദിവസം, ഇത് നിന്റെ ദിവസം, ഇത് എന്റെ ദിവസം. Yes, 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 yes. സ്വോത്രം, 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 സ്വോത്രം. താലോലിക്ക്, താലോലിക്ക്, താലോലിക്ക്. നിന്റെ കരങ്ങളിൽ ഏറ്റെടുക്കുക. അവർ നോക്കാം. ഇത് എന്റെ ദിവസം. Praise you, praise you, praise you, praise you, praise you, praise you, praise you. Hallelujah. ദൈവം നിനക്ക് തന്ന റീമയാണ്. ദൈവം ഇന്ന് നിനക്ക് തന്ന റീമയാണ്. ദൈവം നിനക്ക് തന്ന വെളിപ്പാടാണ്. അത് മറ്റാരുമല്ല, നിന്റെ അകത്തുള്ള ആത്മാവത്രേ നിന്നോട് വെളിപ്പെടുത്തി സംസാരിക്കുന്നത്. Yes, 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 yes. ക്ഷീണങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ. ഒന്നിന്റെ പ്രായത്തിൽ നീ നോക്കണ്ട, കാലയളവിൽ നീ നോക്കണ്ട. നിന്നോട് സംസാരിച്ച കാലയളവ് നീ കണക്കുകൂട്ടണ്ട. നിനക്ക് നിയോഗമുള്ളപ്പോൾ ദൂത് വെളിപ്പെടുത്തുകയാണ്. ദൈവം നിനക്ക് ദൂത് വെളിപ്പെടുത്തുകയാണ്. ദൈവം നിനക്ക് ദൂത് വെളിപ്പെടുത്തുകയാണ്. നിന്റെ കാലം നോക്കിയല്ലോ, നിന്നോട് സംസാരിച്ച കാലത്തിന്റെ അളവ് നോക്കിയല്ലോ. നിനക്കൊരു നിയോഗം, നിനക്കൊരു നിയോഗം. ഇതെന്റെ ദിവസം എന്ന് പറഞ്ഞു തരും. Praise the Lord. Praise the Lord. Praise the Lord. Wonderful Lord, I praise you. Wonderful Lord, I praise you. Hallelujah. Praise God. Praise God. അവനവനെ കരങ്ങളിലേന്തി, കരങ്ങളിലേന്തി ദൈവത്തെ പുകഴ്ത്തി. Praise God. സ്തോത്രം ആരംഭിച്ചു, ആരാധന ആരംഭിച്ചു, കരങ്ങളിലേന്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആരംഭിച്ചു.
you, praise you, praise you, praise you, praise you, praise you, praise you. ലോകത്തിനെ വിഷയമാക്കണ്ട, റിപ്പോർട്ടിനെ വിഷയമാക്കണ്ട, വാഗ്ദത്തം നിനക്ക് ദൈവത്തിന്റെ വെളിപ്പാടിനെ വിഷയമാക്കുക. Yes, 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 yes. Praise God. Praise God. Praise God. നിയമങ്ങളല്ല നിന്റെ വിഷയം. Praise God. Hallelujah. Hallelujah. രാജ്യത്തിന്റെ പദ്ധതികളല്ല നിന്റെ വിഷയം. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്ന വെളിപ്പാടത്രേ. Praise you, Jesus. Praise you, Jesus. I give God the glory. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. നിന്റെ അകത്ത് വെളിപ്പാട് തന്ന ദൈവത്തിന്, നിന്റെ അകത്ത് ഉറപ്പ് തന്ന ദൈവത്തിന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശിമിയോനെ പോലെ നീ ചാടി വീണ് കരഞ്ഞ് നെഞ്ചിടിച്ചിട്ട് നീ പുകഴ്ത്തി 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 ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ടേയിരിക്കുക. ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവത്തിലും ഓരോ ദിവസത്തിലും നിന്റെ പ്രാർത്ഥനയുടെ ഉന്നതി കൊണ്ടല്ല, നിന്റെ ആരാധനയിൽ ഇറങ്ങി വന്ന മഹത്വത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. Praise God. Praise God. എത്ര പേർ പകൽക്കാലം വിശ്വസിക്കുന്നു? Praise the Lord. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ദിവസം, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, ഈ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലാണ് ദൈവപൈതലായി തീർന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ് നിനക്ക് പാപബോധമുണ്ടായത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വസിക്കുന്നുണ്ട്. Praise God. Hallelujah. ആ ആത്മാവിനാൽ അവൻ നിന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. അവൻ നിന്നോട് ഇടപെടുന്ന ദൈവമാണ്. ദർശനങ്ങളാൽ വെളിപ്പാട് നൽകുന്ന ദൈവമാണ്. സ്വപ്നങ്ങളാൽ വെളിപ്പാട് നൽകുന്ന ദൈവമാണ്. Hallelujah. നിന്നോട് നേരിട്ട് സംസാരിക്കുന്ന ദൈവമാണ്. നിന്നോട് വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവമാണ്. അതിന്റെ ഒടുവിൽ Hallelujah അത് നീ ഏറ്റെടുത്തിട്ട് നീ അതിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നീ കാത്തിരിക്കുമ്പോൾ ഒരു നിയോഗം ഒരു ദിവസം വരും. ആ നിയോഗം നിന്നോട് പറയും, ഇത് നിന്റെ ദിവസം. ആ ദിവസം എല്ലാവർക്കും ഉണ്ടോ? ശിമിയോൻ ഉണ്ടായിരുന്നു. അടുത്ത ആളിനെ കുറിച്ച് പറയാൻ ഇന്ന് എനിക്ക് സമയം പോരാ. Praise God. ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Praise God. ഇതിനു വേണ്ടി ആത്മാവിനെ ദൈവം നമ്മിൽ പകർന്നിരിക്കുന്നത്. ഉറപ്പ് പ്രാപിക്കും. എത്ര പേർക്ക് ഇത് പകൽക്കാലം ഉറപ്പ് കിട്ടും? Praise God. Hallelujah. ഇനി കരങ്ങളിലേന്തിയ ശിമിയോൻ പാടി ദൈവത്തെ സ്തുതിച്ചു. Praise God. പിന്നുള്ളതൊന്നും പറയാൻ എനിക്ക് നേരമില്ല. പാടി ദൈവത്തെ സ്തുതിച്ചു. ഞാൻ അതിനുപയോഗിച്ച വാക്കിതാണ്, നീ താലോലിക്കണം. നീ ഈ വാക്തത്വത്തെ കരങ്ങളിലെടുത്ത് നീ താലോലിക്കണം. സംശയം കൂടാതെ താലോലിക്കുക. Praise God. നിന്റെ കൊച്ചുമകനെ നിന്റെ മകളെ നീ കരത്തിലെടുക്കുമ്പോ സംശയമൊന്നുമില്ലല്ലോ, ഉമ്മ കൊടുക്കുന്നതിന് മടിയൊന്നുമില്ലല്ലോ. Praise God. Hallelujah. Hallelujah. നീ Praise God എണ്ണം നോക്കാറില്ലല്ലോ. Hallelujah. സാഹചര്യം നോക്കാറില്ലല്ലോ, ചുറ്റുപാട് നോക്കാറില്ലല്ലോ. അത് മാളിലായാലും ചെയ്യും, അത് ചർച്ചിലായാലും ചെയ്യും. Praise God. Hallelujah. പാർക്കിലായാലും ചെയ്യും, യാത്രയിലായാലും ചെയ്യും. ഇതൊന്നും വിവരിക്കുവാൻ ഇന്ന് എനിക്ക് സമയം പോരാ. Hallelujah. നിന്റേതെന്നുള്ള ബോധ്യം നിന്റെ അകത്ത് വരുമ്പോ നീ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറോട് ചേർക്കും. Hallelujah. ആ ചൂടൊന്ന് അനുഭവിക്കും. ഇന്ന് പകൽക്കാലം ഇതാണ് വാഗ്ദത്തം. ദൈവം നിനക്ക് തരുന്ന വാഗ്ദത്തം അത് ജീവനും ചൈതന്യവുമുള്ള Hallelujah ദൈവത്തിന്റെ വചനമാണ്. ആ വെളിപ്പാട് അത് ജീവനുള്ളതാണ്. അത് നീ കരങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ താലോലിച്ചു കൊണ്ടിരുന്നാൽ Hallelujah ഇതിനൊരു ദിവസം അത് നിന്റേതായി മാറും. നമ്മുടെ കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങ് സംസാരിച്ചതിനായി സ്തോത്രം. നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ താലോലിച്ച്
താലോലിച്ച് അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവേ അടുത്ത പടിയിലേക്ക് കടക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനും അഭിഷേകത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പുതിയണം, മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.